ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ഫയറി. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബ്രെഡ് സ്നാക്കാണ്, ബ്രെഡ് ഫിംഗേഴ്സ്. നമ്മൾ ബ്രെഡ് കൊണ്ട് ഒരുപാട് സ്നാക്ക് റെഡിയാക്കി എടുക്കാറുണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഓരോ പീസും ഞാൻ 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ഞാനൊരു 4 പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓട്സും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് മാത്രം മതി. ഇപ്പോൾ ഫ്രൈ ചെയ്യാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ പീസ് ബ്രെഡ് എടുത്ത് ആദ്യം മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം മാത്രം മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി. അതങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന സമയത്ത് അത് കുതിർന്ന് പോവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും ബ്രൗൺ കളറാക്കി എടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ പീസ് ബ്രെഡും മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബ്രെഡ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.